അല്ലേലും തലേദിവസം എല്ലാം അരിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചോണ്ടാന്ന് തോന്നണം. പിറ്റേ ദിവസം രാവിലെ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ഉത്സാഹമായിരുന്നു. അങ്ങനെ ഫസ്റ്റ് തന്നെ തോരനൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. പയറ് തോരനാട്ടോ. അങ്ങനെ ഫിഷൊക്കെ ഫ്രൈ ആക്കാനിട്ടു. ഇനി ഒരു കുട്ടി മീൻകറിയിലോട്ട് പോകാം. ചട്ടിയൊക്കെ വെച്ച് ഓയിലൊക്കെ ഒഴിച്ച് കടുക് അതുപോലെ ഉലുവയൊക്കെ പൊട്ടിച്ച് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഇട്ടു. പിന്നെ കറിവേപ്പില വാളയൊക്കെ ഇട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. അങ്ങനെ പൊടികളൊക്കെ ചേർത്തിട്ട് തക്കാളിയൊക്കെ ഇട്ടു. പിന്നെ ആവശ്യത്തിന് വെള്ളവും പുളിയും ഉപ്പൊക്കെ ഇട്ട് നല്ലപോലെ ഒന്ന് തിളച്ച ശേഷം മീനൊക്കെ ഇട്ട് കൊടുത്ത് അങ്ങനെ മീൻകറി അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇനി ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഇതേ കടലക്കറി ഏതാണ്ട് സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. കുറച്ച് കടലയും തേങ്ങയും മിക്സ്ഡ് ജാറിലിട്ട് നല്ലപോലെ ഒന്ന് അരച്ചിട്ട് അതും ചേർക്കുന്നുണ്ട്. കടുകൊക്കെ പൊട്ടിച്ചിട്ട് അപ്പോൾ അതങ്ങനെ സെറ്റ് ആയിട്ട് അങ്ങനെ ഏറെക്കുറെ പണികളൊക്കെ ഒന്ന് കഴിഞ്ഞു കണ്ടിട്ടോ. ഇനി അപ്പം കൂടി ചിട്ട് കഴിഞ്ഞാൽ സെറ്റായി കണ്ട ഗൈസ്. അപ്പോൾ ഈ കുത്തുകുത്തുകൾ വരുന്നത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സൈക്കോയാണ് ഗൈസ് ഞാൻ. അങ്ങനെ അതൊക്കെ മൂടി വെച്ചിട്ടുണ്ട്. അങ്ങനെ അപ്പോൾ ഓരോന്നായിട്ട് ചുട്ട് മാറ്റി നമ്മൾ ഇതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതെല്ലാം ഇറക്കുന്നുണ്ടല്ലേ. അങ്ങനെ ഇന്നത്തെ ഏറെക്കുറെ പണികളൊക്കെ ഇവിടെ തീർന്നുണ്ട്. അങ്ങനെ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വേണം നേരെ ഓഫീസിൽ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അപ്പവും കടലക്കറിയും പിന്നെ കുറച്ച് മീൻകറിയും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ കേട്ടിട്ട് ബൈ ബൈ, സീ യു.